ഫ്ലാഷ് ബാക്ക്. ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണം. തന്നിരിക്കുന്നു, ചോദിച്ചോളൂ. ഈ സിനിമയുടെ ക്യാരക്ടറുമായിട്ട് പ്രണവിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ ക്യാരക്ടറുമായിട്ട് അതായത് കണക്ട് ചെയ്യിക്കുന്നത് എങ്ങനെയായിരുന്നു, പ്രണവ് എന്ന ചോയ്സിലേക്ക് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? നിർത്തി പറയൂ, എന്നാലല്ലേ ശ്വാസം കിട്ടൂ. പ്രണവ് is already a great actor. ഞാൻ തീർച്ചയായും പ്രണവിന്റെ പ്രീവിയസ് എല്ലാ ഫിലിംസും കണ്ടുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ എഴുതണം എന്നുള്ള മൈൻഡ് വന്നതും പുള്ളിയുടെ പെർഫോമൻസ് കണ്ടതുകൊണ്ടൊക്കെയാണ്. നിങ്ങൾക്ക് എന്താ മാഷെ പ്രാന്തുണ്ടാ? അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. അതിന് നിനക്കെന്താണ് നഷ്ടം? എനിക്ക് അവനെ കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. I see my character in him. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയും പാറിയെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഈ സിനിമ പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യം നിന്നെക്കാൾ കൂടുതൽ എനിക്കാണ്. എന്റെ ഒരു വാശിയാണത്. അവന്റെ മർമ്മത്തിട്ടടിക്കണം. നീ ആ സിനിമയിൽ അഭിനയിക്കണം. നെഞ്ചിലെ ധൈര്യവും ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും അത് ധാരാളം മതി എന്റെ നായകൻ. ഫ്ലാഷ് ബാക്ക്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. അൺബിലീവബിൾ, അബ്സല്യൂട്ട്ലി അൺബിലീവബിൾ. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല സാർ. അതായത് പണി അറിയാവുന്ന ആളുകളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടംപററി മലയാളത്തിലുള്ള യുവനടന്മാർ എന്ന് പറയുന്ന സോക്കോൾഡ് പല യുവനടന്മാരെക്കാളും നല്ല നടൻ അദ്ദേഹം പ്രണവ് മോഹൻലാൽ. അത് ഈ സിനിമ ഉണ്ടെങ്കിൽ മനസ്സിലാവും. എടാ, എനിക്കതൊന്ന് കാണണം. കാണണ്ട തന്നെയാ. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഈ വർഗീസേ, നീ ഇതൊന്നും ആഗ്രഹിക്കണ്ട. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരില്ലേ. എന്താ ഒരു ശബ്ദം കേട്ട്? അത് ഞാനൊന്ന് ശ്വാസം വിട്ടതാ. പാതിരാത്രിക്ക് എന്താ പുല്ലെ ശ്വാസം വിടുന്നത്? സോറി, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. നിലവിളികൾ കേൾക്കും, അട്ടഹാസങ്ങൾ കേൾക്കും. ചോരയ്ക്ക് വേണ്ടിയാണ്. ധൈര്യം കൈവിടരുത്. ഇല്ല. പുള്ളി ഭയങ്കര സറ്റിലായിട്ട്, അതായത് ഭയങ്കര ഒരു അണ്ടർപ്ലേ ഉള്ള ക്യാരക്ടറാണ് ശരിക്കും ഇത്. കാരണം ഈ ക്യാരക്ടറിന് ഫിയർ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, സർവൈവ് ചെയ്യേണ്ട പിന്നെ ഇതുണ്ട്. ഇവനാള് കുഴപ്പമില്ലല്ലേ? ഞെട്ടിയാ? ഞാൻ ഞെട്ടി. കണ്ടു പഠിക്കടാ. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. അവന് ബുദ്ധിയുണ്ട്. ഞാനിപ്പോ ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഈ അപൂർവസുന്ദരമായ കാഴ്ച എനിക്ക് നഷ്ടപ്പെടുമായിരുന്നല്ലോ എന്റെ ഈശ്വര. എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് നാച്ചുറൽ ആക്ടിങ്. എന്നാലും ഇത്ര ബ്യൂട്ടിഫുൾ ആയി എങ്ങനെ കരയാൻ പറ്റി? അതെനിക്ക് തന്നെ അറിയാൻ പാടില്ല. അഭിനയിക്കല്ല, ജീവിക്കണം തോന്നും അല്ലേപ്പാ? കണ്ടുപഠിച്ചോ. അങ്ങനെ വേണം അഭിനയിക്കാൻ. മാധവ, ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തു. ചക്രവ്യൂഹം ഭേദിക്കാൻ ഇവൻ മതി. എനിക്ക് ഇഷ്ടമായി. ആ പടം കണ്ടെങ്കിൽ മനസ്സിലാവും. അത് ഭയങ്കര കൺസിസ്റ്റൻസി, ആ ക്യാരക്ടറിന്റെ കൺസിസ്റ്റൻസി, ആ ആക്ടിങ്ങിൽ പുള്ളി നിലനിർത്തിയിട്ടുണ്ട്. ആ കൺസിസ്റ്റൻസി പോളി
നിനക്കാണോ കുഞ്ഞെ SSLC പരീക്ഷ പാസ്സാക്കാൻ പ്രയാസം? പ്രതിഭയാണ്, പ്രതിഭാസമാണ്. സാറേ സാറേ ഗിമ്മിക്സ് ഉള്ള പടത്തിൽ അഭിനയിക്കുന്ന ഈസിയാ. 5-6 കട്ട് അടിച്ച് കുറെ ഡിവിഷൻ വിട്ട് പരിപാടി ഈസിയാ. പക്ഷെ ഇതല്ല, ഇത് പ്രണവിനെ നമ്മളിങ്ങനെ കാണുക ഫുള്ള് ക്ലോസപ്പ് വെച്ചേക്കുന്നേ. That was the best acting I've ever seen in my whole life. Thank you. ക്ലോസപ്പ് അങ്ങനെ വെച്ചിട്ട് ഒരു ആക്ടറിനെ അഭിനയിക്കാൻ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിവില്ലാത്തവർക്ക് നടക്കൂല. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് പ്രണവ് പോലല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് എന്നുള്ളതല്ല, മറ്റു നടന്മാരെ എടുത്തു നോക്കുമ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. ഗംഭീര പെർഫോമൻസ് ആണല്ലോ നടത്തിയിരിക്കുന്നത്. 2ാം വരവായി കണക്കാക്കാമോ? എന്റെ വരവും പോക്കൊന്നല്ല വിഷയം. താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനാണ് താരം, ഞാനല്ല. അപ്പോൾ അത് കറക്റ്റ് ഒരു ടൈമിംഗ് ആണത്. അദ്ദേഹം അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ. അപ്പോൾ ഞാനും പോയ ടൈമും കറക്റ്റായി. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. എന്താ എന്റെ അഭിപ്രായം? ആ ജീൻസ് ഇട്ട പൂച്ചക്കുട്ടി ഓടിപ്പോവാനാണ് സാധ്യത. പക്ഷെങ്കിൽ നിന്ന് കിട്ടിയാൽ ഇവൻ പുലിയാവും. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ഇനി നീ ആയാ മതി, ആ പഴയ നീ. ഓൾ ദി ബെസ്റ്റ്.